നമസ്കാരം. അമേരിക്കയുടെ ചരിത്രം പറയുമ്പോൾ എക്കാലത്തും ഓർമ്മിക്കുന്നത് വിയറ്റ്നാമിലെ അവരുടെ പരാജയമാണ്. അമേരിക്ക വിയറ്റ്നാമിൽ തോറ്റോടിയതിനെക്കുറിച്ച് അമേരിക്കൻ വിരുദ്ധർ ആഘോഷിക്കാറുണ്ട്. ആ പട്ടികയിലേക്ക് മറ്റൊരു യുദ്ധം കൂടി അമേരിക്കയ്ക്ക് ദുഷ്പേരുണ്ടാക്കാൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇറാൻ എന്ന രാജ്യത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ തോറ്റമ്പി യുദ്ധം അവസാനിപ്പിച്ചു മടങ്ങിയിരിക്കുന്നു അമേരിക്ക. താൻ സമാധാനത്തിൻ്റെ ദൂതനാണ്, തനിക്ക് ലോകത്ത് മുഴുവൻ സമാധാനമുണ്ടാക്കണം എന്ന് പലതവണ പറഞ്ഞ് അനാവശ്യമായി മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യവുമില്ലാതാണ് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഫെബ്രുവരി 28 യുദ്ധം പ്രഖ്യാപിച്ചത്. ആ യുദ്ധം ഇന്നലെ രാത്രിയിൽ അവസാനിപ്പിച്ചത് സമ്പൂർണമായി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഇലക്ട്രോണിക്കലി കഴിഞ്ഞ ദിവസം സമാധാന കരാറിൽ ഒപ്പുവെച്ചെന്നും അന്തിമ ഒപ്പുവയ്ക്കൽ ചടങ്ങ് ഈ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ നടക്കും എന്നുമായിരുന്നു ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നലെ പാരീസിൽ നടക്കുന്ന G7 യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടേക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷസ്കിയാനോട് എത്താൻ പറയുകയും പാരീസിൽ വെച്ച് സുപ്രധാനമായ യുദ്ധവിരാമ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. യുദ്ധവിരാമ കരാർ നിലവിൽ വന്നു എന്ന് ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ ഏതാണ്ട് 3 മാസം നീണ്ടുനിന്ന യുദ്ധം സമ്പൂർണമായി അവസാനിച്ചിരിക്കുന്നു. ഒരു പരിധിവരെ ഈ സമാധാന ശ്രമത്തെയും താൽക്കാലിക രക്ഷപ്പെടൽ എന്നേ പറയാൻ കഴിയൂ. 60 ദിവസത്തേക്കാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 60 ദിവസത്തിനിടയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്തുകയും ഈ 60 ദിവസം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇരുകൂട്ടരും പാലിക്കുകയും ചെയ്താൽ മാത്രമേ കരാറിൻ്റെ അന്തിമ ലക്ഷ്യം കാണൂ. 14 പോയിന്റുകളുള്ള സുപ്രധാനമായ രേഖയാണ് സമാധാന കരാറിൻ്റെ ഭാഗമായി രൂപം കൊടുത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പോൾ തന്നെ ലംഘിച്ചിരിക്കുന്നു. അമേരിക്ക വേണ്ടതുപോലെ ഇടപെട്ടില്ലെങ്കിൽ കരാറിൽ നിന്നും പിന്മാറും എന്ന് ഇറാൻ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലെയും യുദ്ധം അവസാനിപ്പിക്കും ലെബനോനിലെ എന്നാണ് കരാറിലെ ഒരു പ്രധാന പോയിന്റ്. എന്നാൽ ലെബനോനിൽ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം തുടർന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ തങ്ങളെ ബാധിക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട കരാറിൻ്റെ പേരിൽ ഇസ്രായേൽ കടുത്ത അതൃപ്തി തുടരുകയാണ്. യുദ്ധം കൊണ്ടൊന്നും നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ ഭീഷണി ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ കരാറിനോട് സഹകരിക്കരുത് എന്നാണ് ഇസ്രായേൽ ജനതയുടെ നിലപാട്. ട്രംപിനെയും അമേരിക്കയും പിണക്കാൻ കഴിയാത്തതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിശബ്ദത പാലിക്കുകയാണ്. എന്നാൽ ഈ കരാറിൻ്റെ പേരിൽ ബെന്യാമിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി പദവി രാജിവെച്ചു പോവേണ്ട സാഹചര്യം പോലും രൂപപ്പെടുന്നുണ്ട്. അത്ര ശക്തമായ എതിർപ്പാണ് ഇസ്രായേൽ ജനതയ്ക്കിടയിൽ രൂപപ്പെടുന്നത്. ആ എതിർപ്പിനെ മറികടക്കാനുള്ള ഏക വഴി ലെബനോനിൽ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ളയുമായി സന്ധിയില്ലെന്നും ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക എന്നത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാന ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളതിൽ തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ട്രംപ് നെതന്യാഹുവിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തും വന്നു. ഈ സംഘർഷമായിരിക്കാം ഈ കരാറിന് ഏക ഭീഷണി. എന്തായാലും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവിയായി ഇത് മാറുകയാണ്. വിയറ്റ്നാമിൽ ഏതാണ്ട് 58,000-ഓളം അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായില്ല എന്ന് മാത്രമാണ്. എന്നാൽ യുദ്ധത്തിന് മുൻപത്തെ ഇറാനേക്കാൾ ശക്തമായ ഇറാനെ സൃഷ്ടിച്ച് അവരുടെ മേലുള്ള ഉപരോധങ്ങളൊക്കെ പിൻവലിക്കാൻ ധാരണയായി അവരെ ലോകത്തെ വമ്പൻ ശക്തിയാക്കി അംഗീകരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്ക കരാറിൽ ഒപ്പുവെച്ച് പിന്മാറുന്നത്. അതുതന്നെയാണ് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നതും ഇസ്രായേൽ ജനത ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ തിരിയാൻ കാരണവും. ഇറാന്റെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾ ഇതുവരെ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോ കഴിഞ്ഞില്ല. ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ച് ഒരു സൂചന പോലും കരാറിലില്ല. അവ സൂക്ഷിക്കാനും നിർമ്മിക്കാനുമുള്ള അവരുടെ അധികാരവും അവകാശവും തുടരും. ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ മേൽ ഇതിനോടകം അനേകം തവണ ഇറാൻ വർഷിച്ചതും അനേകം ഇസ്രായേലുകളുടെ ജീവനെടുത്തതും. ട്രംപ് അതേക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് മിസൈൽ ഒരു പ്രശ്നമല്ല, അത് പ്രപഞ്ചത്തിന് ഒരു ദോഷവും ചെയ്യുന്നില്ല, അത് വീഴുന്നിടം മാത്രമേ നശിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇറാൻ അത് തുടരട്ടെ എന്നാണ്. ഇനി വേണമെങ്കിൽ ഞാൻ സൗദി അറേബ്യയ്ക്ക് കൂടി അനുമതി കൊടുക്കാം, അല്ലാതെ അവരുടെ അണ്ടർഗ്രൗണ്ടിൽ പോയി ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ മാന്തിയെടുത്ത് നശിപ്പിക്കുക സാധ്യമല്ല എന്ന് ഇന്നലെ തുറന്നു പറഞ്ഞു ട്രംപ്. ഇത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്നത്. ഇറാന്റെ അണുവായുധ കേന്ദ്രങ്ങളെല്ലാം തകർക്കുമെന്നും ഇറാന്റെ പൂർണ്ണമായും അണ്വായുധ വിമുക്തമാക്കുമെന്നുമൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് തുടങ്ങിയ യുദ്ധത്തിൽ അങ്ങനെ ഒരു കരാറില്ല.
അണുവായുധം ഉണ്ടാക്കുകയില്ല, വാങ്ങുകയുമില്ല എന്ന് കരാറിൽ ഒപ്പുവെച്ചതിൻ്റെ പേരിലാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇത് തന്നെയായിരുന്നു എക്കാലത്തും ഇറാന്റെ നിലപാട്. ഇറാൻ ഇതുവരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്റ്റോക്ക് പോലും നശിപ്പിക്കാൻ ഈ കരാറിൽ ധാരണയില്ല. എന്ന് മാത്രമല്ല, ഇറാന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 300 ബില്യൺ അമേരിക്കൻ ഡോളർ കൈമാറാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ ബോംബിട്ട് നശിപ്പിക്കുന്നു. ഇറാൻ അനേകം കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുന്നു. എന്നിട്ടിപ്പോൾ അമേരിക്ക പറയുന്നു, ഞങ്ങൾ പ്രാദേശിക സഖ്യകക്ഷികളോട് ചേർന്നുകൊണ്ട് അതെല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന്. അതിന് കരാറിൽ ഇട്ടിരിക്കുന്ന വില 300 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ഇത് അമേരിക്കൻ ജനതയ്ക്കിടെ വലിയ എതിർപ്പുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഒരു സെന്റ് പോലും അമേരിക്ക കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ ആര് കൊടുക്കും എന്ന ചോദ്യം ബാക്കിയാണ്. അമേരിക്കയും പ്രാദേശിക സഖ്യരാജ്യങ്ങളും എന്ന് തന്നെയാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയും UAEയും സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ബഹ്റൈനുമൊക്കെ ഈ നഷ്ടം നികത്തണമെന്ന്. ഇറാന്റെ ആക്രമണത്തിൽ ഈ രാജ്യങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ രാജ്യങ്ങളാണ് ഏറ്റവും അധികം തിരിച്ചടി അനുഭവിച്ചത്. അമേരിക്കയിലേക്ക് മിസൈൽ അയക്കാനോ ബോംബിടാനോ ഡ്രോൺ അയക്കാനോ ഇറാന് കഴിയില്ല. അമേരിക്ക എത്തപ്പെടുന്ന ദൂരത്തുമല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടലിന് പണി കിട്ടിയത് GCC രാജ്യങ്ങൾക്കാണ്. ആ രാജ്യങ്ങൾക്ക് ശതകോടികളുടെ നഷ്ടമുണ്ടായി. ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താറുമാറായി. ആ രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരികൾ ഇല്ലാതായി. ആ രാജ്യങ്ങളുടെ സുരക്ഷിതാ ബോധം നഷ്ടപ്പെട്ടു. കൂടാതെയാണ് അവരുടെ അടിസ്ഥാന മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി. അതൊക്കെ അവർ തന്നെ ഉണ്ടാക്കണം. ഇറാൻ അത് നിർമ്മിച്ചു കൊടുക്കില്ല. ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇല്ലാതാക്കിയതൊക്കെ അങ്ങനെ തന്നെ തുടരും. അതേസമയം ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിന് അവർ പകരം കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം, അതെല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കണം. ഇതിനേക്കാൾ വലിയ പരാജയം അമേരിക്കയ്ക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് മാത്രമല്ല, ഇറാനെതിരെ വർഷങ്ങളായി നീളുന്ന ഉപരോധങ്ങളെല്ലാം പടിപടിയായി പിൻവലിച്ചു കൊടുക്കണം. ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ എന്താണ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടാവുക? 14 പോയിന്റുകളാണ് കരാറിലുള്ളത്. ആ 14 പോയിന്റുകളും ഞെട്ടിക്കുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ടവയിലൂടെ കടന്നുപോയാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും സമാധാന പ്രേമികൾ. ഒന്നാമത്തേത്, എല്ലാ യുദ്ധമുഖങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണവും ഇറാൻ അയൽ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണവും മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റെല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കണം. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമിക്കാനോ യമൻ കേന്ദ്രീകരിച്ച് ഹൂത്തികൾക്ക് നേരെ ആക്രമിക്കാനോ അനുമതിയില്ല. ഇതാണ് ഈ കരാറിലെ ഏറ്റവും ആദ്യത്തെ പോയിന്റ്. ഇതിനോടാണ് ഇസ്രായേൽ വിയോജിക്കുന്നത്. ഹിസ്ബുള്ളയെ നേരിടുന്ന നിർത്തിവയ്ക്കാൻ ഇസ്രായേലിന് പ്രായോഗികമായി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കരാർ ഒരു ആശയക്കുഴപ്പമായി തുടരും. രണ്ടാമത്തേത്, ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തിൽ ഇടപെടരുത് എന്നതാണ്. ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ പരമാധികാരത്തിൽ ഇടപെട്ടിട്ടില്ല. അമേരിക്ക പക്ഷേ ഇറാന്റെ പരമാധികാരത്തിൽ ഇടപെടുമായിരുന്നു. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിമതരെ പിന്തുണച്ചിരുന്നു. ഇറാൻ വിമതരൊക്കെ അമേരിക്കയും മറ്റും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ ഇനി പിന്തുണ കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാന് നേരെ വെല്ലുവിളിക്കാനോ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്താനോ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാൻ ആരെയെങ്കിലും തൂക്കിക്കൊന്നാൽ മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് ശബ്ദമുണ്ടാക്കാൻ സാധ്യമല്ല. ഇറാന് ഇഷ്ടമുള്ള മതനിയമങ്ങൾ നടപ്പിലാക്കാൻ അധികാരം കൊടുക്കുകയാണ് ഈ കരാർ വഴി. മൂന്നാമത്തേത്, 60 ദിവസത്തിനകം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും 60 ദിവസം കഴിഞ്ഞും അന്തിമധാരണയിൽ ആയില്ലെങ്കിൽ പിന്നെ ഇത് നീട്ടുന്നതിനുള്ള പ്രൊവിഷൻസുമാണ്. നാലാമത്തേത്, അമേരിക്കൻ നേവൽ ബ്ലോക്കേഡുകളുടെ പിന്മാറ്റത്തെക്കുറിച്ചാണ്. കരാർ നിലവിൽ വരുന്ന അന്നു മുതൽ ഇറാൻ സുഗമമായി അവരുടെ പോർട്ടുകളിൽ നിന്നും എണ്ണക്കപ്പലുകൾ നീക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണം. 30 ദിവസത്തിനകം സമ്പൂർണ്ണമായി ബ്ലോക്കേഡുകൾ പിൻവലിക്കണം. എന്ന് വെച്ചാൽ ഇറാന് എണ്ണ വിപണിയിൽ സജീവമായി ഇടപെടാൻ ഉടനടി അവസരമൊരുക്കി കൊടുക്കണം. അഞ്ചാമത്തത്, ഹോർമൂസ് കടലിടുക്കിലെ അധികാരത്തെക്കുറിച്ചുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കണം എന്ന് പറയുമ്പോഴും അതിന് പൂർണ്ണാധികാരം ഇപ്പോഴും നിലനിർത്തുകയാണ് ഇറാന്. ഇറാൻ അതിനുവേണ്ടി നിലവിലുള്ളതുപോലെ ചാർജുകളൊന്നും ഈടാക്കരുത്. പിന്നീട് അന്തിമ കരാർ രൂപപ്പെട്ട് കഴിയുമ്പോൾ ഒമാനോടും അയൽ രാജ്യങ്ങളോടും ആലോചിച്ചിട്ട് ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ച് ധാരണയിലെത്താം. ആറാമത്തത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച 300 ബില്യൺ അമേരിക്കൻ ഡോളർ മുടക്കി അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഇറാൻ പുനർനിർമ്മിക്കാനുള്ള നീക്കം. ഏഴാമത്തെ പോയിന്റ്, ഇറാന്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണം. ദീർഘകാലമായി ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏറെയുണ്ട്. ഈ സാമ്പത്തിക ഉപരോധം പിൻവലിക്കലിൽ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക ഉപരോധ പ്രമേയങ്ങൾ പോലും ഉൾപ്പെടും. അതൊക്കെ പിൻവലിക്കുന്നതെ കണക്കാക്കണം. എന്ന് വെച്ചാൽ ഇറാൻ ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധി
ഇതോടുകൂടി പരിഹരിക്കപ്പെടുകയാണ്. യുദ്ധത്തിൽ ഏറെ നഷ്ടങ്ങളുണ്ടായെങ്കിലും ആ നഷ്ടങ്ങളൊക്കെ അമേരിക്കയും സഖ്യകക്ഷികളും നികത്തുമ്പോൾ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. കൂടാതെ ഇറാന്റെ മേലുള്ള സാമ്പത്തിക ഉപരോധം പിൻവലിക്കുന്നതോടെ ഇറാൻ സമ്പൂർണ്ണമായും സാമ്പത്തിക നേട്ടത്തിലേക്ക് മാറും. 8ാമത്തെ പോയിന്റിന്റെ പേരിലാണ് ട്രംപ് മേന് നടിക്കുന്നത്. ഇറാൻ അണ്വായുധം ഉണ്ടാക്കുകയോ വാങ്ങുകയോ ചെയ്യുകയില്ല എന്നുള്ള കരാർ. ഇതായിരുന്നു തൻ്റെ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. അത് സാധിച്ചു എന്ന് ട്രംപ് പറയുമ്പോഴും ഇത് തന്നെയായിരുന്നു ഇറാൻ പരസ്യമായി നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. തങ്ങൾക്ക് അണ്വായുധമില്ല, അണ്വായുധം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് വാസ്തവമല്ല. ഇപ്പോഴത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതല്ലാതെ ഇറാൻ ഒരു നഷ്ടവും ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് വഴിയില്ല. ഇറാന്റെ അണ്വായുധ ശേഷിയെക്കുറിച്ച് പരിശോധനയെക്കുറിച്ച് പോലും ഇതിൽ സൂചനയില്ല. ഒബാമയുടെ കാലത്തുണ്ടാക്കിയ ആണവ കരാറിൽ അതുണ്ടായിരുന്നു. ആ ആണവ കരാർ റദ്ദാക്കി ഇറാനെ ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞിറങ്ങിയ ആളാണ് ട്രംപ്. എന്നിട്ടിപ്പോൾ അണുവായുധം ഇറാൻ നിർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും പ്രൊവിഷൻ ഇല്ലാതാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. കരാറിലെ 9ഉം 10ഉം പോയിന്റുകൾ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ നിലവിലുള്ള സംവിധാനങ്ങൾ തുടരണം, പുതിയ ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഇറാന്റെ സമ്പൂർണ്ണ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാൻ വഴിതെളിച്ചു കൊടുക്കണം. 12 മുതൽ 14 വരെ ഈ കരാറിന്റെ ഭാവിയെക്കുറിച്ചാണ്. ഇതെങ്ങനെ ഉറപ്പാക്കാം, ഇതെങ്ങനെ ലംഘിക്കപ്പെടാം, ലംഘിച്ചാൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. കൂടാതെ ഈ കരാറിനെ UN സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന് തുല്യമായി പരിഗണിക്കണം എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക സമ്പൂർണ്ണമായി ഇറാന് മുൻപിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇറാൻ പഴയതിനേക്കാൾ 10 മടങ്ങോടുകൂടി തിരിച്ചു വരും. ഇറാന്റെ ശക്തിയെ ലോകത്താർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. പശ്ചിമേഷ്യയിലെ രാജാവായി ഇറാൻ മാറും. ഇറാനോട് പരസ്യമായി അനിഷ്ടം പ്രകടിപ്പിച്ച് ഇസ്രായേലിന്റെ പിന്തുണയിൽ മുമ്പോട്ട് പോകുന്ന UAE ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. UAEക്ക് പോലും ഇറാന്റെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സൗദി ഇറാനുമായുള്ള പ്രശ്നം പരിഹരിച്ച് ഒരുമിച്ച് പോകാൻ ശ്രമിക്കും. ഖത്തറും ഒമാനും കുവൈറ്റും ഒക്കെ ഇറാന്റെ സഖ്യകക്ഷികളെ പോലെ മാറിയെന്ന് വരാം. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രബല രാഷ്ട്രമായി ഇറാനെ മാറ്റിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ഇറാനാൽ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇറാൻ പുനർനിർമ്മിക്കേണ്ടി വരുന്നു. ഇറാന് വലിയ തോതിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുന്ന വമ്പൻ ശക്തികളിൽ ഒന്നായി ഇറാനെ മാറ്റിക്കൊണ്ട് ട്രംപ് തലയൂരി പോകുന്ന ദയനീയമായ കാഴ്ച, സമ്പൂർണ്ണ കീഴടങ്ങളുടെ കാഴ്ചയാണ് ഈ കരാറിലൂടെ നമ്മൾ കണ്ടത്. ഈ കരാറിൽ ഏറ്റവും അധികം വെട്ടിലാവുന്നത് ഇസ്രയേലും UAEയുമാണ്. ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇറാനോടില്ല എന്നാണ് UAEയുടെ നിലപാട്. ഇറാൻ വളർന്നു പന്തലിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ഇസ്രയേലിനറിയാം. പക്ഷെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ മാതൃരാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഇസ്രയേൽ ഒറ്റയ്ക്ക് പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.